വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് അടുപ്പുകൂട്ടൽ സമരം നടത്തി. യൂത്ത് വിങ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് ജോസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ്, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ലക്ഷക്കണക്കിന് തൊഴിലാളികളും ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഗ്യാസിന്റെ വിലവർധനവും ക്ഷാമവും ഈ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിലവർധനവിന് ശാശ്വതമായ പരിഹാരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടൽ സമരം സംഘടിപ്പിച്ചു. കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് സമീപമായിരുന്നു പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് ജോസ് അടുപ്പുകൂട്ടൽ സമരം ഉദ്ഘാടനം നിർവഹിച്ചു. 3 ദിവസം മുമ്പാണ് ഈ സമരം പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഗ്യാസിന്റെ ഷോർട്ടേജ് വന്ന ശേഷം നമ്മൾ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ യുദ്ധത്തിന്റെ ഭാഷ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ സമരം പെട്ടെന്ന് ചെയ്യേണ്ട, ഇതൊക്കെ മാറി വരും എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചടി കിട്ടി. എങ്ങനെയാണ്? 980 രൂപയോളം ഒരു കുറ്റിയിൽ കയറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പാവപ്പെട്ട വ്യാപാരിക്ക് ഇടുത്തി പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ റേറ്റ്. കേരളത്തിൽ 1000ഓളം കടകൾ അടഞ്ഞു കിടക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ മാസവും 100-200 കടകൾ വെച്ച് പൂട്ടിപ്പോവുകയാണ്. ചെറുകിട വ്യാപാരി മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരികളെ സപ്പോർട്ട് ചെയ്യേണ്ട സർക്കാരുകൾ മുകളിലേക്ക് നോക്കി ചിരിക്കുകയാണ്. നമ്മൾ തകർന്നിട്ട് വേണം കുത്തക കമ്പനിക്ക് വീട്ടിൽ ലൈസൻസ് കൊടുത്തുകൊണ്ട് ഇപ്പൊ ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ കോതമംഗലം എന്ന ചെറിയ ഗ്രാമത്തിന്റെ ഇടവഴി പോലും നമുക്ക് രാവിലെ എത്ര ബൈക്കിൽ വണ്ടികൾ കാണാം. അങ്ങനെ നമ്മുടെ ചെറു പട്ടണങ്ങൾ വരെ ഓൺലൈൻ കമ്പനികൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഈ നടത്തുന്ന സമരം നമ്മളിപ്പോൾ ഓരോ ജംഗ്ഷനിലും അല്ലെങ്കിൽ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെയാണ് നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് സമരം ചെയ്യാൻ ഈ സംഘടനയ്ക്ക് അറിയാതെ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് EK സേവ്യർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ യൂത്ത് വിങ് സംസ്ഥാന കൗൺസിൽ അംഗം PM ഷംജൽ മുഖ്യപ്രഭാഷണം നടത്തി. ജിജി ഏളൂർ, റെന്നി P വർഗീസ്, നൌഷാദ് PM, അലിയാർ MM, അജു മാത്യു, രഞ്ജിത്ത് കുമാർ, അബ്ബാസ് കാബാക്കൊടി, ബെന്നി ജോസഫ്, ഷെറു MA, ഷിൻഡോ ഏലിയാസ്, VJ മത്തായി, ബെന്നി പോൾ, ഷാജൻ പീറ്റർ, അജി VM, മുഹിയുദ്ദീൻ, സബീർ MK, മാഹുൽ MA, മേരി പൗലോസ്, ബിന്ദു റാണി, ബീന എന്നിവർ നേതൃത്വം നൽകി. സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഗ്യാസിന്റെ അപകടം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന എത്രയോ ഹോട്ടലുകൾ മാസങ്ങളായി പൂട്ടിയിരിക്കുന്ന കാണാം. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതിസന്ധി അല്ല നമ്മുടെ നാട്ടില് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി ഈ വിലവർദ്ധനവ് നമ്മുടെ നാനാ രീതിയിലുള്ള ജനങ്ങളെയും ബാധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളിവിടെ അടപ്പ് കൂട്ടിയ കേന്ദ്ര സർക്കാർ വില കുറയ്ക്കുമെന്ന് ചോദിച്ചാൽ കുറയ്ക്കൂല, അത് കുറയ്ക്കില്ല. പക്ഷെ നമ്മൾ പ്രതിഷേധിക്കണം, പ്രതിഷേധം അറിയിക്കണം. അവര് കൂട്ടിയാ കുറയ്ക്കാറില്ല എന്ന് നമുക്കറിയാം. അവര് നമ്മളെ ഒരുമാതിരി എന്നാ നമ്മുടെ ജനങ്ങളോടൊക്കെ അവരുടെ ഒരു ദാക്ഷിണ്യത്തോടുകൂടിയാണ് അങ്ങോട്ട് ഇലക്ഷൻ കഴിയാൻ നോക്കിയിരുന്നു. ഇലക്ഷന് മുമ്പ് ആന തരാം, മാന തരാം, പാല് തരാം എന്ന് പറഞ്ഞു വന്നവര് ഇലക്ഷൻ കഴിഞ്ഞ് വിജയമായപ്പോ 1000-2000 ഒക്കെ ഗ്യാസിനും ഒക്കെ വില കൂടി. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.